മലയാളത്തിൽ സംസാരിക്കുമ്പോൾ പറയാറില്ലേ, എൻ്റെ പുസ്തകങ്ങളിൽ ഒന്ന് കാണാറില്ല, എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ വന്നിട്ടില്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടില്ല, എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ കാണാറില്ല, എൻ്റെ മിക്ക പുസ്തകങ്ങളും കാണാറില്ല. ഇതിപ്പോൾ ഞാൻ പുസ്തകങ്ങൾ കാണാറില്ല എന്നുള്ളത് എൻ്റെ ഒരു സൗകര്യത്തിന് യൂസ് ചെയ്താൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ, എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ, എൻ്റെ കൂട്ടുകാരിൽ മിക്കവരും, എൻ്റെ ടീച്ചേഴ്സിൽ പലരും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇതൊക്കെ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അതാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, കുറച്ച് അടുത്തോട്ട് നോക്കിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പുസ്തകങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പം അതിൽ ഒരു പുസ്തകം കാണാനില്ല, ഒരു പുസ്തകം ഞാൻ മാറ്റി വെച്ചു. ഇതിൽ ഒരു പുസ്തകം കാണാറില്ല. ഇപ്പം എൻ്റെ പുസ്തകങ്ങളിൽ ഒരു പുസ്തകം കാണാനില്ല. അത് ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എൻ്റെ പുസ്തകങ്ങളിൽ ഒന്ന് കാണാനില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്കിങ്ങനെ പറയാം, വൺ ഓഫ് മൈ ബുക്സ് ഈസ് മിസ്സിങ്. വൺ ഓഫ് മൈ ബുക്സ് ഈസ് മിസ്സിങ്. അപ്പോൾ കൺഫ്യൂഷനായി കാണും. വൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്നല്ലേ പറയേണ്ടത്, കാരണം ബുക്സ് ഒന്നിൽ കൂടുതലല്ലേ. പക്ഷേ എൻ്റെ പുസ്തകങ്ങൾ ഒന്ന് മാത്രമാണ് കാണാതായിട്ടുള്ളത്. എൻ്റെ പുസ്തകങ്ങളെല്ലാം കാണാതായിട്ടില്ല, ഒന്ന് മാത്രമേ കാണാനായിട്ടുള്ളൂ. അപ്പം വൺ ഓഫ് മൈ ബുക്സ് ആണ് എൻ്റെ പുസ്തകങ്ങളിൽ ഒന്ന്, അപ്പം സിംഗുലർ ആണ് അല്ലേ. സോ വൺ ഓഫ് മൈ ബുക്സ് ഈസ് മിസ്സിങ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ പുസ്തകങ്ങൾ കുറേ എണ്ണം കാണാനില്ല, കുറേ എണ്ണം കാണാനില്ല. അപ്പം ഞാൻ പറയാണ്, എൻ്റെ പുസ്തകങ്ങളിൽ കുറച്ചെണ്ണം കാണാനില്ല, എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ കാണാനില്ല. ഇത് ഞാൻ എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ കാണാനില്ല. ഒരു പുസ്തകം കാണാനില്ല എന്നുള്ളത് എങ്ങനെ പറയാൻ പഠിച്ചു. കുറച്ച് പുസ്തകങ്ങൾ കാണാനില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, സം ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് പറയാം. സം ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്. അതല്ലെങ്കിൽ എ ഫ്യൂ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് പറയാം. എ ഫ്യൂ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്. സം ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്, എ ഫ്യൂ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്നും പറയാം. അതായത് എന്തുകൊണ്ടാണ് ഈ സം എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത് കുറച്ച് സാധനങ്ങൾ. സം എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് കുറച്ച് സാധനങ്ങളാണ്. സം ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അവിടെ ആർ വന്നത്? അവിടെ എന്താ എസ് വരാത്തത്? കാരണം സം ഓഫ് മൈ ബുക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര എണ്ണമാണ്. അതായത് ഒന്നിൽ കൂടുതൽ ബുക്കുകളുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബുക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് സബ്ജക്റ്റ് എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും സം ഓഫ് മൈ ബുക്സ് ഈസ് മിസ്സിങ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ക്ലിയർലി കാണാതായിട്ടുള്ള പുസ്തകങ്ങളുടെ എണ്ണം ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ സം ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എ ഫ്യൂ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് നമുക്ക് പറയാം. എൻ്റെ പുസ്തകങ്ങളിൽ കുറെണ്ണം അല്ലെങ്കിൽ കുറച്ചെണ്ണം കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് ഫ്യൂ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് പറഞ്ഞൂടെ? പറ്റില്ല. ഫ്യൂ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചെന്നാണ് അർത്ഥം, ലൈക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇപ്പം ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് ഫ്യൂ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇത് 1, 2, 3, 4 അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എ ഫ്യൂ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം കുറച്ച് അധികം ബുക്സ് ഉള്ളത് കൊണ്ട് എ ഫ്യൂ. അതായത് ഫ്യൂ എന്ന് പറയുമ്പം ഇല്ല എന്ന് തന്നെ പറയാം, പക്ഷേ എ ഫ്യൂ എന്ന് പറയുമ്പം കുറച്ചുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എ ഫ്യൂ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് നമുക്ക് പറയാം. എ ഫ്യൂ ഓഫ് മൈ ബുക്സ് ആർ എന്തുകൊണ്ടാണ് വന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പുസ്തകമല്ല, ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ മിസ്സിങ് ആണ്. അതുകൊണ്ടാണ് എ ഫ്യൂ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എനിക്ക് പറയണം, എൻ്റെ പുസ്തകങ്ങളിൽ പകുതി മിസ്സിങ് ആണ്. എൻ്റെ പുസ്തകങ്ങളിൽ പകുതി കൂടുതൽ മിസ്സിങ് ആണ്, മിക്കതും മിസ്സിങ് ആണ്. ഓക്കെ, എനിക്ക് ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടല്ലോ, കുറേ ബുക്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കൂടുതലും മിസ്സിങ് ആണ്, മിക്കതും മിസ്സിങ് ആണ്. ഓക്കെ, മിക്കതും എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് എല്ലാം അല്ലേ, ഓൾമോസ്റ്റ് എല്ലാം മിസ്സിങ് ആണ്. അപ്പം നമ്മൾ എങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയുന്നത്? അപ്പം മിക്കതും എന്നുള്ള അർത്ഥത്തിൽ മോസ്റ്റ് ഓഫ് ദി തിങ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, മിക്കതും എന്നുള്ള അർത്ഥത്തിൽ. സോ മോസ്റ്റ് ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്. മോസ്റ്റ് ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എ ഫ്യൂ, സം, മോസ്റ്റ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് എന്ന് പറയുമ്പം ഉറപ്പായിട്ട് സിംഗുലർ അല്ല, ഒരു വസ്തുവിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്, ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പം ആ കേസിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം മോസ്റ്റ് ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്നാണ് പറയുന്നത്. ആർ. ഓക്കെ, ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ അവിടെയുണ്ട്. ഇനി ഞാൻ പറയാണ്, എൻ്റെ എല്ലാ പുസ്തകങ്ങളും കാണാനില്ല. ഓക്കെ, ബാക്കിയുള്ള 2 കൂടി ഞാൻ ഇവിടോട്ട് എടുത്ത് വെച്ചു. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, എൻ്റെ ഒരു പുസ്തകവും ഇല്ല. അപ്പം ഞാൻ പറയാണ് എൻ്റെ എല്ലാ പുസ്തകങ്ങളും കാണാനില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു പുസ്തകവും കാണാനില്ല. ഇതെങ്ങനെ പറയും? എൻ്റെ ഒരു പുസ്തകവും കാണാനില്ല. ഓൾ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്.
ഓൾ ഓഫ്, അതായത് എൻ്റെ എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് ഓൾ ഓഫ് മൈ ബുക്സ് എന്ന് പറയുന്നത്. എൻ്റെ എല്ലാ പുസ്തകങ്ങളും, ഓൾ ഓഫ് മൈ ബുക്സ്. ഇപ്പോൾ ഒരു കൊട്ടയിൽ നിറയെ ആപ്പിൾസ് ഉണ്ടെങ്കിൽ എല്ലാ ആപ്പിളും എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓൾ ഓഫ് ദി ആപ്പിൾസ് എന്ന് പറയാം, ഓൾ ഓഫ് ദി ആപ്പിൾസ്. ഓക്കെ, അപ്പം എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് ഓൾ ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ പുസ്തകങ്ങളും കാണുന്നില്ല, അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഓൾ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്, ഓൾ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്നാണ് പറയുന്നത്. എൻ്റെ എല്ലാ പുസ്തകങ്ങളും കാണാനില്ല. ഇനി നമ്മളുടെ ഒരു പുസ്തകവും കാണാതായിട്ടില്ല, ഒരു പുസ്തകവും കാണാനായിട്ടില്ല. ഓക്കെ, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഒരു പുസ്തകം കാണാനായിട്ടില്ല, എല്ലാ പുസ്തകവും ഇവിടെ ഉണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്, നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരാം. നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഒരു പുസ്തകവും കാണാനായിട്ടില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ഇസ് അല്ലേ വരേണ്ടത്? അല്ല, നൺ എന്ന് പറയുമ്പോൾ, നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് പറയുമ്പോൾ എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ആരാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ്, എൻ്റെ ഒരു പുസ്തകം കാണാനില്ല. നൺ ഓഫ് മൈ ഫ്രണ്ട്സ് കെയിം, എൻ്റെ ഒരു കൂട്ടുകാരും വന്നില്ല. അപ്പോൾ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒന്നും കാണാനായിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു കൂട്ടുകാരും വന്നിട്ടില്ല, നൺ ഓഫ് മൈ ഫ്രണ്ട്സ് കെയിം. നിങ്ങൾ ആരും വിളിച്ചില്ല, നൺ ഓഫ് യു കോൾഡ് മീ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ വൺ ഓഫ് മൈ ബുക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. വൺ ഓഫ് മൈ ബുക്സ് ആറെന്നോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആറെന്നോ അല്ല നമ്മൾ പറയുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എന്നാണ് പറയുന്നത്. കാരണം ഫ്രണ്ട്സുകളിൽ ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതിലാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്നത്. അപ്പം നമ്മുടെ കുറച്ച് സാധനങ്ങൾ കാണുന്നില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് സം ഓഫ് മൈ അല്ലെങ്കിൽ എ ഫ്യൂ ഓഫ് മൈ എന്ന് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് സാധനങ്ങൾ, തീരെ കുറച്ചുമല്ല, ഒത്തിരി അധികവും ഇല്ല, അങ്ങനത്തെ രീതിയിൽ കുറച്ചെന്നുള്ള രീതിയിൽ സമ്മും അതുപോലെ തന്നെ എ ഫ്യൂവും യൂസ് ചെയ്യാവുന്നതാണ്. കുറേ സാധനങ്ങൾ, അതിൻ്റെ മിക്ക സാധനങ്ങളും മിസ്സിങ് ആണ്, അല്ലെങ്കിൽ മിക്ക സാധനങ്ങളും എന്ന് പറയാനായിട്ട് മോസ്റ്റ് ഓഫ് ദി തിങ്സ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് മൈ എന്ന് പറയാവുന്നതാണ്. മോസ്റ്റ് ഓഫ് മൈ ബുക്സ് എന്ന് പറയാവുന്നതാണ്. മിക്കതും എന്നുള്ള അർത്ഥത്തിലാണ് മോസ്റ്റ് ഓഫ് മൈ ബുക്സ് എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഓൾ ഓഫ് മൈ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഓൾ ഓഫ് മൈ എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ സാധനങ്ങളും എന്നുള്ള അർത്ഥത്തിലാണ്. ഓൾ ഓഫ് മൈ ബുക്സ്, എൻ്റെ എല്ലാ പുസ്തകങ്ങളും. ഓൾ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓൾ ഓഫ് യൂസ് ചെയ്യുന്നത്. ഇനി നൺ ഓഫ് എന്ന് പറയുമ്പോഴോ ഒന്നും തന്നെ ഇല്ല, ഒന്നും തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് നൺ ഓഫ്. ഉദാഹരണത്തിന് നൺ ഓഫ് മൈ ബുക്സ് ആർ മിസ്സിങ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പുസ്തകവും മിസ്സിങ് അല്ല. നൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുക്കളും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ വേർഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണ്, നിങ്ങൾക്ക് പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ബൈ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.